രക്ഷപ്പെട്ട് മുങ്ങിയതല്ലേ, അവന് പോണ വരുന്നല്ലോ. ഹലോ, പണ്ട് ആരാണ്ടോ പറഞ്ഞു സ്നാനപ്പെട്ടാൽ മാത്രം സ്വർഗത്തിൽ പോകത്തില്ല, അഭിഷേകം പ്രാപിച്ചാൽ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ചുമ്മാതാ. അഭിഷേകം പ്രാപിച്ചവരൊക്കെ സ്വർഗത്തിൽ പോകുമെങ്കിൽ പ്രഥമ പെന്തിക്കോസ്ത് സഭയിലെ പ്രമുഖ കുടുംബമാണല്ലോ അനന്യാസ് ആൻഡ് സഫീറ, പോണമല്ലോ. പിന്നെ ആരാണ്ടോ പറഞ്ഞു അഭിഷേകം പ്രാപിച്ച മാത്രമല്ല കർത്താവിന്റെ വേല ചെയ്താലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ആര് പറഞ്ഞു? കർത്താവിന്റെ വേല ചെയ്തവരൊക്കെ സ്വർഗത്തിൽ പോകുമെങ്കിൽ 3 കൊല്ലം കർത്താവിന്റെ കൂടെ വേല ചെയ്ത യൂദാവാണല്ലോ. ഏകദേശം ധാരണ വന്നല്ലോ അല്ലയോ കാര്യങ്ങളെ പറ്റി? 2 വർഷം പൗലോസിന്റെ കൂടെ കാരാഗ്രഹത്തിൽ പറഞ്ഞ ദേവാസ് പോകണമല്ലോ. നിങ്ങൾ മിണ്ടുന്നില്ല. അലക്സാണ്ടർ ഹുമനിയോസ് പോകണമല്ലോ. ഒരു വസ്തു മൊത്തം വിറ്റേറ്റ് അതിന്റെ കാശ് പകുതി എടുത്തു വെച്ചു, ബാക്കി കൊണ്ടുകൊടുത്ത അനന്യാസ് സഫീറ സ്വർഗത്തിൽ പോകണമല്ലോ. ഹലോ, ഇതൊന്നും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള മാനദണ്ഡമല്ല. അവരുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വന്ന്, അവന്റെ സ്നേഹത്തിലേക്ക് കയറി വന്ന്, അവന്റെ ഡിവൈൻ നേച്ചറിലേക്ക് നോക്കി മാത്രമേ നിത്യാനന്ദത്തെ പറ്റി തിരിച്ചറിയുന്നത് ചേർന്ന് അവരോട് പറഞ്ഞു സ്വർഗത്തിൽ പോകണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചേ പറ്റൂ. ഞാൻ അവിടുന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. എനിക്ക് ഇന്നത്തെ മെസ്സേജിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ വാക്യമാണ്. നിങ്ങളുടെ മുമ്പിൽ ആ വാക്യം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലാണ് ഞാൻ. സ്തോത്രം. വീണ്ടും ജനനം പ്രാപിക്കണം. 1, 2. കർത്താവിന്റെ മടങ്ങിയവരവനെ അല്ലെങ്കിൽ മണവാളന്റെ വരവിനെ കാത്തിരുന്ന ഒരു 10 കന്യകമാരെ പറ്റി പറയുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. അതിൽ എത്ര പേരെ ഉറങ്ങിയത്? 5 പേര്. വെറുതെയാ, അവര് 10 പേര് ഉറങ്ങി. പക്ഷെ എത്ര പേരെ ഉണർന്നുള്ളൂ? അല്ല, അവര് 10 പേര് ഉണർന്നു. പക്ഷെ എത്ര പേരെ കത്തിച്ചുള്ളൂ? അവര് 10 കത്തിച്ചു. രക്തത്താൽ ജയം. 10 പേര് കത്തിച്ചു. അവിടുത്തെ കാര്യം 10 പേര് ഉറങ്ങി, 10 ഉണർന്നു, 10 പേര് കത്തിച്ചു. പക്ഷേ 5 എന്ത് പോതുള്ളൂ? കത്തി നിന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അങ്ങ് കെട്ടു. പണ്ട് ആശാരി ഉപദേശി പ്രസംഗിച്ചൊരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ എടുക്കുക. എന്നോട് പരിമം തോന്നരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആശാരിയോട് പറഞ്ഞു. അവരിൽ 10 പേർ 5 പേര് എണ്ണ വാങ്ങിക്കാൻ പോയെന്നൊരു ഭാഗം അവിടെ പറയുന്നുണ്ട്. അതിന് ആശാരി പറഞ്ഞത് ആ 5 പേര് നേരെ കുമ്മനാട്ടോട്ട് പോയതാണ്. ഞാനല്ല, ആശാരി പറഞ്ഞതാണ്. അവിടെ ചെന്ന് അവരോട് ചോദിച്ചു, മണവാളൻ വന്നു, എണ്ണയില്ല, ചിലപ്പോ എണ്ണ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? തരും. അതിനുശേഷം അപ്പൊ അവര് പറഞ്ഞു എണ്ണ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ബിസിനസ്സിനില്ല. ഉണ്ണൂണി സാറിന്റെ കാലത്തിലൊക്കെ എണ്ണ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവിടെ ഇത്ര ബിസിനസ് ഒന്നും കുമ്മനാട്ട കാര്യം. ആശാരി പറഞ്ഞ അടുത്ത വാക്ക്, ഇവരെല്ലാം കുമ്മനാട്ടിന്ന് മറുകണ്ഠം ചാടി നേരെ മുളപ്പുഴ എന്ത് ചെയ്തു? അപ്പൊ നിങ്ങൾക്ക് പരിഭവം എന്നില്ലല്ലോ ആശാരിയുടെ കാര്യം. അവിടെ ചെന്ന് അവരോട് ഒരു കുമ്മനാട്ട് പോയത് എണ്ണയില്ല, അവിടെ വിളക്കുകൊണ്ട് തിരിയുണ്ട്, എണ്ണയില്ല, ഇവിടെ കുമ്മനാട്ട് മുളപ്പുഴ ഞാനൊക്കെ സ്വല്പം എണ്ണ തരാമോ? അപ്പൊ അവർ പറഞ്ഞ കൃപ, അവർക്ക് വിളക്കെങ്കിലും ഉണ്ടല്ലോ, ഞാനൊക്കെ ഇവിടെ തിരി പോലുമില്ല. മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ നിത്യതയിൽ നമ്മൾ ബോധേടാം. മറ്റുള്ളവരുടെ സ്വർഗരാജ്യ പ്രവേശം നമ്മൾ ബോധേടാം. ചോദിക്കും, ബ്രദറെ ഇന്ന് മരിച്ച നീ എന്റെ നിത്യത എവിടെ? നമ്മുടെ ഒരു കാംക്ഷ എവിടെ ബ്രദറെ? എന്തോ ചോദ്യം. എന്റെ ചോദ്യം മറ്റുള്ളവരുടെ നിർമ്മോള ഇന്ന് മരിച്ച നമ്മുടെ പെന്തിക്കോസ്തിലായതുകൊണ്ട് പാട്ടുപാടി നല്ല അടക്കം നടക്കും. പെന്തിക്കോസ്താൻ അടക്കമായപ്പോ നമ്പർ 1 അടക്കം. അമേരിക്കയിലായതുകൊണ്ട് ഗംഭീര അടക്കം തരും. ഇവിടെ ഏറ്റവും കൂടുതൽ കാശ് അടക്കത്തിനാണ് ഞാൻ അറിഞ്ഞത്. രക്തത്താൽ ജയം. ഒരു 3-4 ദിവസം ഫ്യൂണറൽ ഹോമിൽ കൊണ്ട് വെച്ച് നമ്മളെ ഒന്ന് കണ്ണ് വോട്ടൊക്കെ ഇട്ട് എന്റെ നാട്ടിലെ പനകപ്പെട്ടിയില്ല അങ്ങനെ സൂപ്പർ വെട്ടിക്കാൻ അത് ഗംഭീര അടക്കം നടക്കും. പക്ഷെ നിത്യത സൗജന്യമല്ല. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന്റെ സ്തോത്രം. അതിനുവേണ്ടി ആത്മശക്തി പ്രാപിച്ചേ പറ്റൂ. അവന്റെ കാലൊച്ച കേൾക്കാതായി, മണവാളന്റെ കാലൊച്ച കേൾക്കാതായി, അവന്റെ വരവാനവരമായി, അവന്റെ ആഗമനത്തിന്റെ ശബ്ദം കേൾക്കാതായി. ഇന്ന് വരെ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് വിശ്വസിക്കുന്നുണ്ട്? കടലിനെ വീശി ഇന്ന് വരെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഭൂമിയിൽ പാർക്കുന്നവർ എന്ന നിലയിൽ അടുത്ത വർഷത്തെ യോഗത്തിന് വേണ്ടി
വേണ്ടിയുള്ള സെറ്റപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അടുത്ത ആഴ്ചത്തെ യോഗത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ അന്തരാത്മാവിൽ ഒരു കാര്യം അറിയാം. എന്നാൽ വിശുദ്ധന്മാർ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അതിനകത്ത് അവർ എടുത്തു പറയുന്ന ഒരു പദമുണ്ട്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത വർഷം, കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച, കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ യേശുവിന്റെ മടങ്ങിയുള്ള ആദരമായി ഇതുവരെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ചേർന്ന് കാര്യങ്ങൾ തട്ടി ദൈവത്തെ നമുക്ക് ശ്രദ്ധിക്കാം. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച വാക്യത്തിലേക്ക് പെട്ടെന്ന് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ നമ്മൾ പോയില്ലെങ്കിലോ? സംശയം കണ്ട എവിടെ പോകും? നരകത്തിൽ. അവിടെ ചെന്നാൽ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:9. താഴോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ പറ്റി പരിശുദ്ധാത്മാവ് യെശയ്യാവിൽ കൂടെ കൊടുത്ത കുറച്ച് വെളിപ്പാടുകൾ പറഞ്ഞിരിക്കുക. നിന്റെ നിമിത്തം, അടുത്ത വാക്യം, അത് നിന്നെ ചൊല്ലി ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുകയും, ഇവിടെ നോക്കി, നിന്റെ വരവെങ്കിൽ പാതാളം നീ നിമിത്തം എന്ത് ചെയ്യുന്നു? ഇളവും എന്ന് പറഞ്ഞാൽ നമ്മളെ റിസീവ് ചെയ്യാൻ വേണ്ടി. അണ്ട്രാ അനീഷ് വരുന്നു. അണ്ട്രാ എന്റെ പേര് പറയാൻ പരിഭവമില്ലല്ലോ. അണ്ട്രാ അനീഷ് വരുന്നു. അയ്യോ ഞാനെങ്ങനെ നരകത്തിൽ പോയി അവിടെ കൊണ്ടാട്ടമായിരിക്കും. സംശയമുണ്ടോ? സ്തോത്രം. സ്വർഗത്തിൽ പോയല്ലോ. സ്വർഗത്തിൽ പോയ എതിരൊക്കെ നൂതന്മാരുണ്ട്. അതുകൊണ്ട് അവിടെ നാഗൻ സാഹിബ് ഒരു പാട്ട് പാടി, സ്തോത്രം. ആ ലൈനുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രസംഗിക്കണം. മണിക്കൂറുകൾ വേണം, മണിക്കൂറുകൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പാട്ട് കേൾക്കണം. അതിനകത്തൊരു വരി ഞാൻ പറയാം. തേടുവാൻ ജനത്തിൻ ശോകം പിന്നെ എന്തുവാ? സ്വന്തം നാട്ടിൽ ദൈവമോ കാൺകയത്രേ. ചത്ത് നമ്മൾ കിടക്കുമ്പോ മറ്റുള്ളവരെ കൊണ്ട് പാടിക്കാതെ ആ പാട്ട് സ്വന്തമായിട്ടൊന്ന് പാട്. പേടിക്കൊന്നും വേണ്ട. പാട്ട് പാടിയൊന്നും തട്ടിപ്പോകത്തില്ല. നമ്മളെന്താ ദുഃഖ സ്വരമായി പോയ ആ പാട്ട് രണ്ടാലും ചെയ്യും. മനസ്സിലായവർക്ക് കർത്താവ് ഒരു സ്തോത്രം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ എതിരേൽക്കാൻ ദൂതന്മാർ വരൂ. സ്വർഗത്തിൽ നമ്മളെ ചേർക്കാൻ ദൂതന്മാർ വരൂ. സന്തോഷമായ എത്ര പാതാളത്തിൽ ചെല്ലുമ്പോൾ നിന്റെ വരവെങ്കിൽ പാതാളം നിന്റെ നിമിത്തം വരുന്നു വരുന്നു വരുന്നു. പിന്നെ അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുന്നു. അത് വാക്യം. ആ വാക്ക് നോട്ട് ചെയ്യണം. ജാതികളുടെ സകല രാജാക്കന്മാരെയും അതിനകത്തൊരു രസമുണ്ടത്. ഇവർക്ക് സിംഹാസനം ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്നുള്ളതാണ്. രക്തത്താലിച്ചയും അവിടെയും സിംഹാസനം ഉണ്ടെന്നുള്ളതാണ്. സിംഹാസനം തന്നെ, കസേരയല്ല, സിംഹാസനം തന്നെ. അവിടെ അവരെ എഴുന്നേൽപ്പിക്കും. അടുത്ത വാക്യം വായിച്ചാൽ മതി. എന്റെ ചിന്തത്തെ ഇനി മറന്നു പോകരുത്. ഈ വാക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച വാക്യം. അവരൊക്കെയും നിന്നോട് ബലഹീനൻ ആയോ, നീയും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ യഥാർത്ഥം. പാതാളത്തിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ അങ്ങോട്ട് അങ്ങനെ ചെല്ലേണ്ടി വന്നാൽ ചോദിക്കുന്ന ചോദ്യത്തെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്, നീയും ഞങ്ങളെ പോലെ ബലഹീനൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കോ പറ്റിയില്ല ബലപ്പെടാൻ, ഞങ്ങൾക്ക് ഒന്ന് ശക്തിപ്പെടാൻ പറ്റിയില്ല. ഞങ്ങളോട് നൂറുകണക്കിന് ആൾക്കാർ പറഞ്ഞെങ്കിലും ഞങ്ങൾക്കത് പറ്റിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ബൈബിൾ കൊണ്ട് പോകുന്ന നിന്നെ കണ്ടപ്പോ ഞാൻ ഓർത്തു, നിശ്ചയമായിട്ടും നീ ഇവിടെ വരത്തില്ല, നീ ബലാത്കാരം ചെയ്ത് സ്വർഗത്തിൽ പോകുമെന്ന്. നിന്റെ കൈകളി കണ്ടപ്പോ ഞാൻ ഓർത്തു നീ ഉറപ്പാണെന്ന്. നിന്റെ അന്യഭാഷ കണ്ടപ്പോ ഞാൻ ഓർപ്പിച്ചു നീ ഉറപ്പായിട്ട് പോകുമെന്ന്. നീ സ്വപ്നം കണ്ടപ്പോ ഞാൻ ഓർത്തു നീ പോകുമെന്ന്. പക്ഷെ നീയും ഞങ്ങളെ പോലെ അടുത്തത് നീ
മേൽ ഞങ്ങൾക്ക് തുല്യരായി തീർന്നുവോ? നിരാശപ്പെട്ടോണ്ട് പറയാ, അയ്യോ ഞാൻ അവിടെ നീ പോകുന്നു, അയ്യോ ഞാൻ അവിടെ നീ ചെല്ലുന്ന ആളുകളോട് നിന്റെ കയ്യിൽ എത്ര പവർഫുൾ ആയിരുന്നല്ലോ, നിന്റെ അന്യഭാഷ എത്ര പവർഫുൾ ആയിരുന്നല്ലോ, നീ സ്വോത്രം പറഞ്ഞ അത്ര പവർഫുൾ ആയിരുന്നല്ലോ, നീ കർത്താവിന്റെ കീഴിലുള്ള കോൺഫിഡൻസ്, നീ സ്വർഗത്തിൽ പോകുന്ന ഞാനോ, പക്ഷെ നീ ഞങ്ങളെ പോലെ ആയിപ്പോയോ? ഹലോ, ലൈഫ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. തിരിച്ചറിയുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ തമ്പുരാന്റെ മുമ്പിൽ കൈകെട്ടുന്ന പഞ്ചപുച്ഛങ്ങളുടെ ചാൻസ് പറയാൻ ഞാനും നിങ്ങൾ കടപ്പെട്ടവരാ. ആ തകർച്ചയുടെ ദിവസങ്ങൾ വന്നു കാരണങ്ങൾക്ക് മുമ്പ് ഒരു കച്ചിത്തുരുമ്പ പോലെ നിത്യതയെ കയറി പിടിച്ചാൽ, സ്വർഗത്തെ കയറി പിടിച്ചാൽ ഇപ്പോൾ ഒരു കോടിയുണ്ട്. എത്ര ആത്മീയത നടത്തിയിട്ടുണ്ട്. ചേർന്ന് ഒരിക്കലും കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ ഒരു സാധാരണ സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയാം, നിത്യത പോകുന്നതൊന്നും എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഹോളിൽ വിട്ട് ഇറങ്ങാം. സ്വർഗം നഷ്ടപ്പെടുന്ന ഉയർച്ച എനിക്ക് വേണ്ട, സ്വർഗം നഷ്ടപ്പെടുന്ന മിനിസ്ട്രി എനിക്ക് വേണ്ട, സ്വർഗം നഷ്ടപ്പെടുന്ന കസേര എനിക്ക് വേണ്ട, സ്വർഗം നഷ്ടപ്പെടുന്ന ശബ്ദം എനിക്ക് വേണ്ട, സ്വർഗം നഷ്ടപ്പെടുന്ന ഒന്നും വേണ്ട. എനിക്ക് വളരെ നിത്യതയാണ്. ഈ തിരിച്ചറിയുന്നവർ ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. മൂന്നാം സ്വർഗം വരെ പോയ പൗലോസിനെ വേണ്ടി ഞാൻ മിനിഞ്ഞാന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കിലിക്കി, ആസിയ, പെർഗമോസ്, തുയത്തിൽ ഒത്തിരി സ്ഥലങ്ങൾ പ്രസംഗിച്ച ആളാ. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോൾ പുള്ളിക്ക് ജഡത്തിനൊരു ശൂലം ഉണ്ടായിരുന്നു. അത് മാറാൻ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ രോഗം മാറ്റത്തില്ല, വേണമെങ്കിൽ എന്റെ കൃപ എന്ത് ചെയ്യാം. നിത്യതയുടെ ദർശനത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് വലിക്കുന്ന അന്ധകാര മണ്ഡലത്തോട് ഇന്ന് പകൽ പറയാൻ പറ്റുമെങ്കിൽ പറ, ഇന്നോട്ട് കയറിയ അനീഷല്ല ഇറങ്ങി വരാൻ നിൽക്കുന്നത്, ഇന്നത്തെ കയറി വന്നതുപോലല്ല ഞാൻ ഇറങ്ങി നിൽക്കുന്നത്. ഇനി നിന്റെ പദ്ധതികൾ നടക്കുകയില്ല, ഇനി നിന്റെ തന്ത്രമൊന്നും നടക്കുകയില്ല. നിങ്ങൾ ബലാത്കാരം ചെയ്യാൻ പോകണം. സത്യത്തിൽ നമ്മുടെ യോഗം 12 മണിക്ക് നിർത്തണമല്ലോ. ആ ഒരു വിഷമത്തിലാണ് ഞാൻ. ഹല്ലേലൂയ. ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിച്ചു നോക്ക്. ഞാൻ മാത്രമല്ല, ഈ സ്റ്റേജിനകത്തിരിക്കുന്ന സകല ആൾക്കാരുടെ പേരിൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്ന ഒരു നിമിഷം കൊണ്ട് അല്പനിമിഷം കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. We worship you, Jesus. We worship you, Jesus. Oh, Shiva, Hanta Karasiana.
കാലമെല്ലാം കഴിയും, ഇന്നു കാലമെല്ലാം കഴിയും. അതരമുയർത്തിക്കേ. ഓ എന്ന നിലയിൽ എന്ന പകൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം അക്കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു താങ്ക് യു ജീസസ്. അങ്ങനെ സാന്നിധ്യത്തിന് അങ്ങനെ സ്തോത്രം നിലനിൽക്കുന്ന അവിടുത്തെ കൃപയ്ക്ക് അങ്ങനെ സ്തോത്രം ഞങ്ങളെ വീണ്ടെടുത്തതിന് സ്തോത്രം ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് സ്തോത്രം അൻപുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിനക്ക് സ്തോത്രം. ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്റെ മനസ്സ് തുറന്ന് ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മിഡ്വെസ്റ്റ് റീജിയനിലുള്ള സകല ദൈവദാസന്മാരെ, സകല ദൈവമക്കളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ എന്റെ മനസ്സ് തുറന്ന് എന്റെ ഹൃദയം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് നിത്യതയിൽ പോകാൻ സഹായിക്കണം. ഇവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കാതെ അങ്ങനെ അസാധാരണമായ കൃപ എന്റെ മേൽ വെക്കണമേ. വിഭാഷിയായ ലോകത്തിൽ ഒന്നുമല്ല താഴ്ത്താനിടയാക്കാതെ ദൈവിക സംരക്ഷണത്തിന്റെ മറവിൽ നടക്കണമേ. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു സകലമൊന്നും കർപ്പനർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ അടുത്തിരിക്കുന്ന കാര്യം കൊടുക്കുന്ന പ്രാർത്ഥനയോടെ നമുക്കെല്ലാം എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ഇത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചതോടെ ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കട്ടെ. ഈ മീറ്റിങ്ങുകളിൽ, ഈ കോൺഫറൻസിൽ, ഈ കൺവെൻഷനിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം വ്യക്തിപരമായിട്ട് എല്ലാവരെയും തൊട്ട് കർത്താവ് അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സ്റ്റേജിൽ നിന്ന് സന്തോഷിച്ചത് ഞാനാണ്. അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. വളരെയധികം പ്രാർത്ഥിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. കർത്താവിൽ പ്രസിദ്ധനായ ദൈവത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തനായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസൻ ബാബു ചെറിയാൻ അവர்கள் അദ്ദേഹം വരും എന്ന് നാം പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത നിലയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായല്ലോ. ലേറ്റ് ആയിട്ട് നമ്മളെ ആ വിവരങ്ങൾ അറിയിച്ചു. അത് ഒരിക്കൽ പറഞ്ഞതായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാകുന്നു, കർത്താവിന്റെ ദാസനെ ഇപ്പോൾ ഈ കൺവെൻഷനിലേക്ക് വിടാതെ ഇരിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. പാസ്റ്റർ അനീഷ് ഏലപ്പാറയിൽ ദൈവം നമ്മുടെ മധ്യ ഉപയോഗിച്ച വിധമോട് ദൈവത്തിന് കർത്താവിന്റെ ദാസനെ പറ്റി ഒരു വാക്ക് ഞാൻ പറയട്ടെ. അദ്ദേഹത്തെ പറ്റി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മെ എല്ലാവരെയും പറ്റി ദൈവം ഒരു വ്യക്തിയെ പ്രസിദ്ധനാക്കാൻ ആഗ്രഹിച്ചാൽ ഒരു സാഹചര്യത്തിനും അതിനെ തടയുവാൻ കഴിയില്ല. ദൈവം ഒരു വ്യക്തിയെ ഉയർത്താൻ ആഗ്രഹിച്ചാൽ അതിന്റെ സാഹചര്യങ്ങളെ സർവശക്തനായ ദൈവം തന്നെ ഒരുക്കിക്കൊള്ളും. ഈ ഒരു വാക്കിൽ പ്രിയ ദൈവദാസനെ എനിക്ക് യാതൊരു പരിചയവും നേരത്തെ ഇല്ലായിരുന്നു. നാട്ടിലെ എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരൻ അമേരിക്കയിൽ വരണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, PC നാക്കിന്റെ ഒരു സ്പോൺസർ ലെറ്റർ കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ആ സംസാരം ഫോണിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസൻ കൂടെയുണ്ട്. കൂടെ ഇരിക്കുന്ന ദൈവദാസനെ നോക്കിക്കൊണ്ട് എന്റെ ഫോണിലൂടെ പറഞ്ഞു, എന്റെ കൂടെ ഒരു ദൈവദാസനുണ്ട്, അയക്കുന്നെങ്കിൽ 2 സ്പോൺസർ ലെറ്റർ.
ഞാൻ പ്രിയ സഹോദരൻ പ്രിയ ടിജു തോമസിനോട് ആ കാര്യം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല പാസ്റ്ററെ, 2 സ്പോൺസർ ലെറ്റർ തരാം. അദ്ദേഹം തന്നു, നാട്ടിൽ അയച്ചു കൊടുത്തു. ഞാൻ ഉദ്ദേശിച്ച ആളിന് കിട്ടിയില്ല, കർത്താവിന്റെ ദാസന് കിട്ടി. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഇവിടെ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു തടസ്സം വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ, പക്ഷെ ബാബു ചെറിയാൻ വരും വരത്തില്ല എന്ന റൂമർ കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തോന്നി, പാസ്റ്റർ ബാബു ചെറിയാനെ പ്രതീക്ഷിച്ചിരുന്നാൽ അവസാന നിമിഷം തടസ്സം വന്നാലോ. അതുകൊണ്ട് ഈ ദൈവദാസനെ, അദ്ദേഹത്തിന് ഒരു പ്രസംഗം പോലും കേട്ടിട്ടില്ലാത്ത ഞാൻ, എന്റെ മനസ്സിൽ തോന്നിയ ഒരു പ്രേരണ അനുസരിച്ച് സഹോദരന്മാർ, ദൈവദാസന്മാർ, ഞങ്ങളുടെ കൗൺസിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയ ദൈവദാസന്മാരോട് സംസാരിച്ചു. മനസ്സിൽ അത്രമാത്രം ഒരു പ്രേരണ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ദിവസങ്ങൾ മറ്റാർക്കും കൊടുക്കരുത്, ഞങ്ങൾക്ക് ആവശ്യമാണ്. പാസ്റ്റർ ബാബു ചെറിയാൻ വന്നാൽ നിങ്ങൾ 2 പേരും ശുശ്രൂഷിക്കുക, ഇല്ലെങ്കിൽ ദൈവദാസൻ ഫുൾ ടൈം ശുശ്രൂഷിക്കുക. ഏതായാലും കർത്താവിദാസൻ അത് എഗ്രി ചെയ്തു. ഇങ്ങനെ നമ്മുടെ മധ്യ അയച്ചു. ഇന്ന് ഈ സമയത്ത് സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്നു, സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കാം. ഞാൻ നിങ്ങൾ ഇന്നു മുതൽ ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഹീറോയിസം നമുക്ക് വേണ്ട. ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തൊരു മിനിസ്ട്രി നമുക്ക് വേണ്ട. ഒരു വ്യക്തിയിലൂടെ മാത്രമേ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പറ്റൂ എന്ന ചിന്ത വേണ്ട. അതൊക്കെ എടുത്തു കളഞ്ഞു സർവശക്തനായ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് ആ നിലയിലായിരിക്കാൻ ഇതിൽ നിന്ന് ഒരു ഉപദേശം കൂടെ ഞാൻ പറയാം. സോഷ്യൽ മീഡിയകളിലോ അവിടെ ഇവിടെ ഒക്കെ ഇതിനെപ്പറ്റി അല്ല ഏതിനെ പറ്റി വിമർശിച്ചു വരുന്നതിനൊന്നും ഒരു ലൈക്ക് പോലും ദയവ് ചെയ്ത് അടിക്കരുത്. അതിന്റെ കാരണം പശ്ചാത്തലങ്ങളോ സാഹചര്യങ്ങളോ മനസ്സിലാക്കാതെ ദൈവത്തിന്റെ ദാസന്മാർക്കും സഭകൾക്കും വിശ്വാസികൾക്കുമെതിരെ പല സോഷ്യൽ മീഡിയകൾ ഒരു ഗുണവും ചെയ്യത്തില്ല. നാട്ടുകാരുടെ മുന്നിൽ യേശുവിന്റെ നാമത്തെ വലിച്ചു കീറുന്ന, ദൈവം വിശുദ്ധിയുടെ പേര് പറഞ്ഞ്, വേർപാടിന്റെ പേര് പറഞ്ഞ്, തീഷ്ണത ഉണ്ടാകുമ്പോൾ, രക്തം തിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെന്നുള്ളതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ വിശുദ്ധിയുടെ പേരിൽ, വേർപാടിന്റെ പേരിൽ ഉണ്ടെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ശബ്ദമുയർത്തുന്നതല്ലാതെ നാട്ടുകാർ മുഴുവൻ കാണുന്ന സോഷ്യൽ മീഡിയകളിൽ കർത്താവിന്റെ ദാസന്മാരെയും സഭകളെയും അവഹേളിച്ചെഴുതുന്ന ഒരൊറ്റ കാര്യത്തിന് ഒരു ലൈക്ക് പോലും അടിക്കാൻ ഇന്ന് ഈ ആരാധനയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ തയ്യാറാകരുത്. നിങ്ങൾ അറിയാതെ പോലും ദൈവരാജ്യത്തെ കളങ്കപ്പെടുത്തുകയാണ്. മറ്റുള്ളവർ കർത്താവിനെ അറിയുന്നതിന് തടസ്സം നൽകുകയാണ്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് വളരെ ധൈര്യത്തോടെ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇവിടെ പ്രസ്താവിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുകൂടെ, എന്റെ കൂടെ പ്രവർത്തിച്ച ദൈവത്തിന്റെ ദാസന്മാർ അവർ ശക്തരാണ്. ഞാനിവിടെ സാധാരണ പറയാറുണ്ട്, ചില സാഹചര്യങ്ങൾ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ശുശ്രൂഷ മാത്രമേ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളൂ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വീക്കാണ്. ബലഹീൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനോ ജനറൽ ബോഡിയോ മറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു സെക്കൻഡറി ശുശ്രൂഷയായിട്ട് മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ. ദൈവവചനത്തിന് വേണ്ടി നിൽക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇത്രത്തോളം വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റുന്നിടത്തോളം ദൈവം അതിനുള്ള കൃപ നൽകി തന്നെ ഇത്രത്തോളം നിർത്തുന്നു. ദൈവത്തിന്റെ ദാസന്മാർ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ വി തോമസ് അവറുകൾ, അതുപോലെ പാസ്റ്റർ PC ജേക്കബ് അവറുകൾ, പ്രിയ റസ്ബി ജെയിംസ്, ജോസ് സാമുവൽ, അതുപോലെ കൗൺസിൽ മെമ്പേഴ്സ് ആയിരിക്കുന്നു. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളൊന്നുമല്ല. ഈ ദൈവത്തിന്റെ ദാസന്മാർ അവരവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ ഡാലസിലുള്ള ദൈവത്തിന്റെ മക്കൾ പ്രിയ വെസ്ലിയൊക്കെ പുറകിൽ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. പ്രിയ രാജു, പ്രിയ ദൈവദാസന്, അങ്ങനെ ഈ ഏരിയയിലുള്ള പ്രിയപ്പെട്ടവർ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ സമയം ഓടി നടന്ന് ഈ കാര്യങ്ങൾ ചെയ്തത് ആത്മാർത്ഥമായി ഈ റീജിയനെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നന്ദി ആ നിലയിൽ നടക്കുന്നു. ഒരു പ്രത്യേക കാര്യം ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരു പാർസനേജിൽ ജനിച്ചു വളർന്നവനാണ്. ഒരു പക്ഷേ നിങ്ങൾ എന്നെ കാണുമ്പോൾ IPC ഹ്യൂസ്റ്റൺ ഹെബ്രോൻ സഭയുടെ പാസ്റ്ററായിട്ടോ IPC മിഡ്വെസ്റ്റ് റീജിയന്റെ പ്രസിഡന്റായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ അറിയുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു കാലമുണ്ട്. പാർസനേജിൽ ജനിച്ചു വളർന്ന് ഓല പുരയ്ക്കകത്ത് താമസിച്ച് ഓല കൊണ്ട് കെട്ടിയ മറ വാതിലായി വെച്ച് തളിച്ച മണ്ണ് ഉള്ള തറയിൽ കിടന്ന് ഉറങ്ങി ദൈവമക്കൾ ഇട്ടിട്ടുള്ള പിടിയരി ചോറ് വെച്ച് ഭക്ഷിച്ച് ഇങ്ങനെ ഉള്ള ഒരു ശരീരം എനിക്കുണ്ടെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പല ദൈവമക്കൾക്കും അറിയാം.
എന്റെ മാതാപിതാക്കളെ അറിയാവുന്നവർക്കെല്ലാം അതറിയാം. അന്നത്തെ കാലത്ത് ഒരു രൂപ, ഒരു 10 രൂപ ആരെങ്കിലും അയച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു കാലമുണ്ട്. പഠനത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിദേശത്തുള്ള ദൈവമക്കൾ ഒരു മണി ഓർഡർ അയച്ചു തന്നിരുന്നെങ്കിൽ എന്ന ഒരു ഓർമ്മയുള്ള കാലമുണ്ട്. ഏതെങ്കിലും പേർഷ്യയിൽ നിന്നോ ആരെങ്കിലും വന്നാൽ ഒരു തുണ്ടം തുണി തരും എന്ന് പ്രതീക്ഷിച്ച കാലമുണ്ട്. ഇന്ന് ക്ലോസറ്റിൽ ആവശ്യത്തിന് നിങ്ങൾക്കറിയാവുന്ന ഒരു പാസ്റ്ററുള്ള നിലയിൽ കോട്ടുകൾ മാറി മാറി ഇട്ടേ പറ്റത്തുള്ളൂ. അതൊരു നിർബന്ധമായി വന്നതുകൊണ്ട് അത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ഷർട്ട് ഇഷ്ടം പോലുണ്ട്. സാമ്പത്തികമായിട്ട് ഭൗതികമായ ജോലി വൈഫിനുണ്ട്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട, എന്നെ നന്നായി നോക്കുന്ന ദൈവദാസന്മാരെ മാനിക്കുന്ന ഒരു ദൈവസഭ എനിക്ക് ഉണ്ട്. ഇതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നറിയാമോ? ദൈവത്തിന്റെ ദാസന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. ദൈവത്തിന്റെ ദാസന്മാരുടെ, അവരുടെ കുഞ്ഞുങ്ങളുടെ, അവരുടെ ഭാര്യമാരുടെ വേദന ഇന്ത്യയിൽ പാർസനേജിൽ നന്നായി അറിയുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അന്ന് 1 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ ഭയങ്കര സന്തോഷിച്ച ഒരു ദൈവദാസന്റെ ഒരനുഭവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഇനിയും പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. IPC മിഡ്വെസ്റ്റ് റീജിയന്റെ ചുമതല എടുത്ത ശേഷം കൗൺസിൽ ഒരുമിച്ച് കൂടി നമ്മളിങ്ങനെ ഒരു കൂട്ടമൊക്കെ കൂടി കോൺഫറൻസ് ഒക്കെ കൂടി പോയാൽ പോരാ. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതിനുവേണ്ടി എല്ലാ ലോക്കൽ സഭകളും മിഷൻ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നു എന്നുള്ളത് നന്നായി അറിയാമെങ്കിലും IPC മിഡ്വെസ്റ്റ് റീജിയനോടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാരെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് കൗൺസിലിൽ പ്രസന്റ് ചെയ്തപ്പോൾ, ഇന്നലെ നടന്ന ജനറൽ ബോഡിയിലും അത് പറഞ്ഞപ്പോൾ എല്ലാ ദൈവമക്കളും സന്തോഷത്തോടെ അത് അപ്രൂവ് ചെയ്തു. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഏകദേശം ചില മാസങ്ങളായിട്ട് ഛത്തീസ്ഗഡിലുള്ള സൂരജ് പൗർ എന്ന് പറയുന്ന ഒരു കേന്ദ്രം, ആദിവാസി കേന്ദ്രമാണ്. അവിടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മിഡ്വെസ്റ്റ് റീജിയന്റെ വകയായി അവിടെയുള്ള, ഇവിടെ പാസ്റ്റർ സാം ജോർജ് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലും ഒക്കെ പ്രവർത്തിച്ച ദൈവദാസന്മാർ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ദൈവന്റെ സ്നേഹിതം കൂടിയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന അവർക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം. ആ ഏറിയ, നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഏറിയ ആദിവാസികളുടെ ഏറിയ. നമ്മൾ ഇവിടെ ചിന്തിച്ചു ഒരു 6000 രൂപ തുടക്കത്തിൽ അയച്ചു കൊടുക്കാം, 2 മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. പക്ഷെ അവിടെ ചെന്നപ്പോണ്ടല്ലോ അവിടുത്തെ ദൈവദാസന്മാർക്ക് മനസ്സിലായി അവരിച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും ആ പൈസ കൊണ്ട് അവർ 6 പേരെ മാസം സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാം, 1000 രൂപ ഒരു മിഷണറിക്ക് ഒരു മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് മതി, എന്നാലും ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യാന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. 6 പേര്, 2 പേർക്ക് അയച്ചു കൊടുത്ത പൈസ 6 പേർ. അവിടെ മൊത്തത്തിൽ ഇപ്പോൾ 13 മിഷണറിമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ റിപ്പോർട്ടുകൾ നിരന്തരമായി അയച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ ആ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്ക് ഇഷ്ടം പോലെ ദൈവം തന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഇവിടുന്ന് പോയാലും മിക്കവാറും എല്ലാവരും, ചിലർ വീട്ടിൽ ചെന്നേ കഴിക്കും, മിക്കവാറും എല്ലാവരും ഒരു റെസ്റ്റോറൻറ്റിൽ കയറും, നല്ല ഫുഡ് കഴിക്കും. അവിടെയുള്ള ദൈവത്തിന്റെ ദാസന്മാർ പട്ടിണി കിടന്നുകൊണ്ട്, നിങ്ങൾക്ക് ഊഹിക്കാവില്ല, 1000 രൂപ എന്ന് പറഞ്ഞ ഒന്നുമില്ല, പട്ടിണി കിടന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ. അവരെ നാം ഒരു പക്ഷെങ്കിൽ ഒരു നേരം കഴിക്കുന്ന ആഹാരത്തിന്റെ പൈസ നാം ഒരുമിച്ചിട്ടാൽ 1 വർഷത്തിലധികം ഇത്രയും മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിലും ഒരു സ്തോത്രാഴ്ച ഇവിടെ എടുക്കാൻ പോകും, ഒരു ഓഫർ ഇവിടെ എടുക്കാൻ പോകും. എടുക്കുന്ന സമയത്ത് ഇത് മാത്രമുള്ള എൻ്റെ ചിന്ത, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും പട്ടിണിയുടെ അനുഭവത്തിൽ കൂടെ പോകാത്തതിൽ വളരെ ചുരുക്കം പേര് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ദൈവം ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വല്ലതും അനുഭവിക്കുന്നെങ്കിൽ ദൈവം കൊണ്ടുവന്നതിന്റെ ഫലമാണ്. ഒരു ഓഫർ ഇവിടെ ഞാൻ എടുക്കുമ്പോൾ എനിക്കറിയാം ഈ ചോദിക്കുന്നതിനും ദൈവം എനിക്ക് പ്രതിഫലം തരുന്നത്. കാരണം അത്ര വലിയ നീടാണെന്ന് അറിഞ്ഞുകൊണ്ടായി ചോദിക്കുന്നത് ദൈവരാജ്യത്തിന് മഹത്വത്തിന് വേണ്ടി. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ പേരും ഏത് സ്ഥലമാണെന്നും ഫോൺ നമ്പരും അല്ലെങ്കിൽ ആ ലോക്കൽ ചർച്ച ഏതാണെന്നും ഇത്ര $1 ഒന്ന് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാക്കുക. ഞാൻ പറഞ്ഞു ഓർക്കുക, ഒരു നേരത്തെ നാം കഴിക്കുന്ന, കുടുംബമായി കഴിക്കുന്ന ആഹാരം, അതിന്റെ പൈസ ഇതിലിട്ടാൽ 1 വർഷത്തിലധികം ഒരു മിഷണറിയെ സപ്പോർട്ട് ചെയ്തോളാം. ഈ എടുക്കുന്ന തുക മറ്റൊരു കാര്യത്തിന് വേണ്ടി മാറത്തില്ല. ഇത് ദൈവരാജ്യത്തിന്റെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കും. നിങ്ങളെ പോലെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിയുന്ന പോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു.
അതുകൊണ്ട് ആ നിലയിൽ ഇപ്പോൾ എടുക്കുന്ന സ്തോത്ര കാഴ്ചയിൽ $1 ഉള്ളെങ്കിൽ നിങ്ങൾ അത് ഇട്ടോ കേട്ടോ, ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. $1 ഉള്ളെങ്കിൽ അത് ഇട്ടോ, കാരണം അത് വിലപ്പെട്ടതാണ്. പക്ഷെ $50 ഇടാൻ പറ്റുമെങ്കിൽ ഒരൊറ്റ പ്രാവശ്യമായിട്ടാണ് ചോദിക്കുന്നത്. മന്ത്ലി $50 ചോദിക്കുകയല്ല, ഒരൊറ്റ പ്രാവശ്യം $50 ഇടാൻ സാധിക്കുന്നെങ്കിൽ, $100 ഇടാൻ സാധിക്കുന്നെങ്കിൽ, 20 ഇടാൻ സാധിക്കുന്നെങ്കിൽ, 10 ഇടാൻ സാധിക്കുന്നെങ്കിൽ ഇന്നത്തെ ഈ ഓഫർ എടുക്കുമ്പോൾ അതിലേക്ക് ഇട്ടാലും ഇട്ടില്ലേലും വിമർശിക്കരുത്. ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ഇട്ടില്ലെങ്കിലും നെഗറ്റീവ് ഒരു കമന്റ് അവിടുന്നോട് പറയരുത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ സ്തോത്ര കാഴ്ച പാത്രം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് 50, 100 എത്ര ഇടാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടാട്ടെ, ചെക്ക് എഴുതിയിട്ടാട്ടെ. ചെക്ക് എഴുതിയിടുന്നവർ IPC മിഡ് വെസ്റ്റ് റീജിയൻ അടിക്ക് മെമ്മോയുടെ അവിടെ മിഷൻ വർക്ക് എന്ന് മാത്രം എഴുതിയിട്ടാലും സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ പാട്ട് പാടുന്ന സമയത്ത് ആ സ്തോത്ര കാഴ്ച പാത്രം നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും. ആത്മാർത്ഥമായിട്ട് അതിൽ ഭാഗവാക്കുകളായാലും അവസാനമായി ജോൺസൺ ഡാനിയൽ മുൻപോട്ട് കടന്നു വന്ന് ഈ മിഷൻ സ്റ്റേഷനുകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും ഒക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതുമാണ്. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ചെയ്യുവാനാകട്ടെ. നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും പറഞ്ഞു. നിങ്ങൾ ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടി എടുക്കണം, അതിനെ അറുക്കണം, അതിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം, അതിന്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. നിങ്ങൾ തിന്നുന്ന വീടുകളുടെ കട്ടിളക്കാലുകളിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ആ കട്ടിളക്കാലിന്മേൽ കുറുമ്പടിമേൽ പുരട്ടുന്ന രക്തം എനിക്ക് അടയാളമായിരിക്കും. രക്തം കാണുമ്പോൾ ഞാൻ ആ ഭവനത്തെ ഒഴിഞ്ഞ് കടന്നുപോകും. മിസ്രയീമ്യ ദേശത്തിന്റെ മേൽ വരുന്ന ബാധയാൽ നിങ്ങൾക്ക് നാശം ഉണ്ടാവുകയില്ല. അപ്പോൾ രക്തം അടയാളമായി നൽകി അവർ ആചരിച്ച പെസഹയുടെ കോണ്ടെക്സ്റ്റിൽ, അതിന്റെ പശ്ചാത്തലത്തിൽ യേശു കർത്താവ് ഈ മേശ ശുശ്രൂഷ അവർക്ക് അതിന് ആരംഭം കുറിച്ച് അത് തുടർച്ചയായി ആചരിക്കുവാൻ അവരെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ മേശ ശുശ്രൂഷ നടക്കുമ്പോൾ, മേശയുടെ ശുശ്രൂഷ നടക്കുമ്പോൾ, ഇതിൽ നാം ഭാഗവാക്കുകളാകുമ്പോൾ, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, പാനപാത്രത്തിൽ നിന്ന് നാം കുടിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുവാൻ ഒരവസരം നമുക്കുണ്ട്. രക്തം അടയാളമായി തീർന്ന് ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടതുപോലെ യേശുവിന്റെ രക്തം ഒഴുക്കപ്പെട്ടതുകൊണ്ട്, അവന്റെ ശരീരം നമുക്കായി തകർക്കപ്പെട്ടതുകൊണ്ട് നാം ഒരു വിടുതൽ പ്രാപിച്ചു, വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ഇടയായി തീർന്നു എന്നുള്ള ഓർമ്മ ഈ സമയത്ത് നമുക്കുണ്ടാവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. യേശു കർത്താവ് ഈ മേശയുടെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഇത് പുറകേക്ക് നോക്കി ഓർക്കുവാൻ മാത്രമല്ല, മുന്നോട്ട് നോക്കി സംഭവിപ്പാനുള്ള ഒരു കാര്യം കൂടെ ഓർത്തുകൊണ്ട് സന്തോഷിച്ചു, അല്ലെങ്കിൽ ഇത് സ്ഥാപിച്ചു എന്ന് നാം വിശ്വസിക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്, Calvary for the joy that was set before him he despised the cross and endured it. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ മുമ്പിൽ വരുവാനുള്ള ഒരു സന്തോഷം, തന്റെ യാഗബലി നിമിത്തമായിട്ട്, ത്യാഗബലി നിമിത്തമായിട്ട് വിടുവിക്കപ്പെടുവാൻ പോകുന്നവരുടെ കുറിച്ചുള്ള അറിവോടെ, ബോധ്യത്തോടെ ഈ മേശ സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകണം. വെളിപ്പാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ പക്കൽ നിന്ന് മുദ്രയിട്ടപ്പെട്ടിരിക്കുന്ന പുസ്തകം വാങ്ങുവാനോ തുറക്കുവാനോ ആർക്കും കഴിയാതെ ഇരുന്നപ്പോൾ യോഹന്നാൻ കരഞ്ഞുവെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ദൂതൻ അവനോട് പറഞ്ഞു, നീ കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, അവൻ ദാവീദിന്റെ വേരും യഹൂദ ഗോത്രത്തിലെ സിംഹവുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ശക്തനായിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അവൻ വന്ന്
പുസ്തകം വാങ്ങിയപ്പോൾ മൂപ്പന്മാരും 4 ജീവികളും അവന്റെ മുമ്പാകെ വീണ് വണങ്ങി. ഒരു ശബ്ദം, ഒരു ഗാനം പ്രതിഗാനമായിട്ട് അവിടെ കേട്ടു. കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ ദൈവത്തിന് ആയി അവരെ നീ വിലയ്ക്ക് വാങ്ങി. അവർ ഭൂമിയിൽ രാജ്യവും പുരോഹിതന്മാരുമാക്കി അവരെ വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് കേട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷയുടെ സമയം ഇത് നാം ഭാഗവാക്കികളാകുമ്പോൾ തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത പ്രവൃത്തിയെ ഓർത്ത്, ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമുക്കായി അയച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിലൂടെ നമുക്ക് ലഭിച്ച വിടുതലിനെ ഓർത്തുള്ള അനുസ്മരണ, ഓർമ്മ, ആഘോഷമാണ് ഈ ശുശ്രൂഷ സമയത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന്, ഇത് തിരിഞ്ഞു നോക്കി ഓർത്ത് ഒരു ദൈവത്തെ സ്തുതിക്കുന്ന സമയമാണ്. ദിസ് ഈസ് ഓൾസോ എ സെലിബ്രേഷൻ ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം നൽകിയ ദാനത്തിന്റെ ഒരു സെലിബ്രേഷൻ. കർത്താവ് നൽകിയ വലിയ ദാനം, മറ്റെല്ലാ ദാനങ്ങളെക്കാളും ഏറ്റവും അത്യുത്തമമായ ദാനം എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. ദൈവം നൽകിയ മഹത്തായ മഹനീയമായ ദാനം. കർത്താവ് തന്നെ പറഞ്ഞു, ഇത് നിങ്ങൾക്കായി തകർക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. ദിസ് ഈസ് മൈ ബോഡി ദാറ്റ് ഈസ് ബ്രോക്കൺ ഫോർ യു. ഇത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന എന്റെ രക്തമാണെന്ന് പറഞ്ഞ് തന്റെ ജീവനെ, തന്റെ മാംസത്തെ, തന്റെ ശരീരത്തെ, തന്റെ രക്തത്തെ നമുക്കായി നൽകിയ വലിയ ദാനം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ മേശയിൽ ഭാഗവാക്കികളാകുമ്പോൾ ദൈവജനമാകുന്ന നാം ചെയ്യേണ്ടത് ദൈവത്തിന്റെ വലിയ ദാനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണ്. അവൻ തന്നെ തകർക്കപ്പെടുവാൻ നമുക്കായി ഏൽപ്പിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഉള്ള സമയമാണ് കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കായി തകർക്കപ്പെടുന്ന എന്റെ ശരീരം. ഇത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ഇന്നലെ രാത്രിയിൽ കേട്ടതുപോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ നാം ചിന്തിക്കുന്നത് പോലെ, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ അടിക്കപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു. നാം വിചാരിച്ചു ദൈവത്തിന്റെ ക്രോധവും കോപവും അവന്റെ മേലായത് അവന്റെ പാപനിമിത്തം അല്ലെങ്കിൽ അവന്റെ അകൃത്യ നിമിത്തമാണെന്ന്. എന്നാൽ അല്ല, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേൽ ചെലുത്തി നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായതാണ്. ഈ വലിയ ദാനം മറന്നു പോകരുത്, ഈ ത്യാഗം മറന്നു പോകരുത്. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ മറന്നു പോകരുത് ദൈവത്തിന്റെ വലിയ ദാനത്തെ. A remembrance, a celebration of the gift of God. Hallelujah. Hallelujah. മേശയുടെ ശുശ്രൂഷയുടെ സമയം. തിരിഞ്ഞു നോക്കി കർത്താവിനെ സ്തുതിക്കുവാൻ ചരിത്രത്തിൽ നടന്ന സംഭവം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനുള്ളതാണ് മേശയുടെ ശുശ്രൂഷയുടെ സമയം. കർത്താവിന്റെ വലിയ ദാനത്തെ ഓർക്കുവാൻ ഉള്ള സമയമാണ്. ദൈവത്തിന് സ്തോത്രം. 3, മേശയുടെ ശുശ്രൂഷ സമയം ഒരു പുതിയ ഉടമ്പടിയെ ഓർക്കുവാനുള്ള സമയമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, this cup is a new covenant in my blood. ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. ഒരു പുതിയ നിയമം സ്ഥാപിക്കപ്പെടുകയായിരുന്നു. പഴയ നിയമം പറഞ്ഞത് വലിയ കഠിനമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ആചരിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ന്യായപ്രമാണം എന്നതോ വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടോറും ഇടപെടാതെ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിവുള്ളതല്ല. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, പഴയ നിയമത്തിൽ നാം വായിക്കുന്നു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇത് ചെയ്യുന്നവൻ ഇതുമൂലം ജീവിക്കും എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞു. ആ പ്രവൃത്തി കൊണ്ട് ആ കൽപ്പനകളെ പാലിക്കുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ ഒരു പുതിയ നിയമം നമ്മുടെ കർത്താവായ യേശു
ചൊരിഞ്ഞ രക്തത്തിലൂടെ സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമായത് ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പുതിയ നിയമത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തുറക്കപ്പെട്ട പുതുവഴിക്കായി നാം ദൈവത്തെ സ്തുതിക്കുവാൻ, പിന്നെയും ഓർക്കുവാനും സ്തുതിക്കുവാനുമുള്ള സമയമാണ് കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ സമയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 12-ാം അധ്യായത്തിൽ, അതുകൊണ്ട് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും അന്ധകാരം, മേഘതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ശബ്ദം കേട്ടവരെല്ലാം ഭയന്നു വിറച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് അത്യന്തം സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശ പോലും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ആ പർവ്വതത്തിന് അടുക്കലല്ലോ നമ്മൾ വന്നിരിക്കുന്നതെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനി എവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്? സിയോൻ പർവ്വതത്തിന്. ഹല്ലേലൂയ. അനേകായിരം നമ്മുടെ ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിന് അനേകായിരം ദൂതന്മാരുടെ സർവ സംഘത്തിന്, ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന സകലരുടെ ആദ്യജാതന്മാരുടെ സംഘത്തിന് അടുക്കൽ, പിന്നെ പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കൽ അത്രയും വന്നിരിക്കും. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി. പഴയ നിയമത്തിൽ വായിച്ചു, ഇത് ചെയ്യുന്നവൻ ഇതുമൂലം ജീവിക്കും. പുതിയ നിയമത്തിൽ കണ്ട പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻമൂലം ജീവിക്കും. ഹല്ലേലൂയ. ഇത് ചെയ്തിട്ട് ഇതുമൂലം ജീവിക്കാനല്ല പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ എൻമൂലം ജീവിക്കും. We have a better covenant and we praise God for that. ഈ പുതിയ ഉടമ്പടി, കർത്താവ് നൽകിയ പുതിയ ഉടമ്പടിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് ചെയ്തതിന്റെ ഓർമ്മയാണ്, കർത്താവിന്റെ ദാനത്തിന്റെ ഓർമ്മയാണ്, പുതിയ ഉടമ്പടിയുടെ ഓർമ്മയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. This also a declaration of a renewal of a hope. നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു ആശയുടെ, പ്രത്യാശയുടെ ഒരു പുതുക്കമാണിത്. ഇവിടെ നമ്മൾ വായിച്ചതാണ്, ഞാൻ വരുവോളം, അവൻ വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കാം, ഞാൻ വരുവോളം എന്റെ മരണത്തെ പ്രസ്താവിക്കാം. Two things involved in this. രണ്ട് കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഒന്ന്, യേശുവിന്റെ മരണത്തിന്റെ ഒരു പ്രസ്താവന ഇതിലുണ്ട്. നമ്മൾ വിളിച്ചു പറയുകയാണ്, നമ്മോട് തന്നെ അടുത്തിരിക്കുന്നവരോട്, ഒരുമിച്ചെടുക്കുന്നവരോട് എല്ലാം വിളിച്ചു പറയുകയാണ്, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. Jesus died for me. It's a declaration about the death of Jesus. Hallelujah. ഇത് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ഏറ്റവും നല്ല മാധ്യമം കൂടെയാണ് കർത്താവിന്റെ മേശ. വാക്കും ഭാഷണവും ഇല്ലാതെ മുറിക്കപ്പെടുന്ന അപ്പവും പകരുന്ന പാനപാത്രവും എല്ലാം വിളിച്ചു പറയുന്നത്, യേശു ക്രൂശിൽ മരിച്ചത് സകല മാനവജാതിക്ക് വേണ്ടിയാണ്. ഇത് ഭക്ഷിക്കുമ്പോൾ, ഇതെന്ന് പാനം ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ്, യേശുവിന്റെ മരണത്തിലൂടെ അവന്റെ മേശയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്ന, വാക്കും ഭാഷണമില്ലാതെ വിളിച്ചു പറയുന്നത്, ഈ യേശുവിലൂടെ ഞാൻ വീണ്ടെടുപ്പ് പ്രാപിച്ചു, നിങ്ങൾക്കും അത് പ്രാപിക്കാമെന്ന് മറ്റുള്ളവരോട് പറയുന്ന ഒരു സമയമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരാശയെ പുതുക്കുന്ന ഒരു സമയം കൂടിയാണ് കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും കർത്താവിന്റെ മേശയിൽ നാം ഭാഗവാക്കുകളാകുമ്പോൾ, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുടെ നിറവ് ഉണ്ടാകണം. വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ കർത്താവ് അവന്റെ വചനങ്ങളെ പൂർത്തിയാക്കി ഒന്നാമത് വന്നുവെങ്കിൽ അവന്റെ രണ്ടാം വരവിനെ കുറിച്ച് ധാരാളമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ അവന്റെ വചനത്തിലുണ്ട്. അതിനെ നിറവേറ്റിക്കൊണ്ട് അവൻ താമസമിനാ വരും. അവൻ ഇതുവരെ വന്നിട്ടില്ല, എന്നാൽ എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നം എന്നോർത്ത് പിന്നെയും നമ്മെ തന്നെ, നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശയെ പുതുക്കുവാനുള്ള സമയമാണ്. ഇന്ന് രാവിലെ ഈ മേശയിൽ നാം പങ്കെടുക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മെ തന്നെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു
കർത്താവിനോട് പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്കായിരിക്കാം. തിരിഞ്ഞു നോക്കി കർത്താവിനെ സ്തുതിക്കാം. ചരിത്രത്തിൽ നടത്തിയ മഹാസംഭവം ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദിയുള്ളവരായി നമുക്ക് സ്തുതിക്കാം. തന്നെ ദാനമായി ഏൽപ്പിച്ചു തന്ന കർത്താവിന്റെ മഹാകൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നൽകിയ പുതിയ ഉടമ്പടി, അവന്റെ രക്തത്താലുള്ള പുതിയ നിയമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാൻ നാം ആരും ഇതിനോട് അടുത്തു വരുന്നത് നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ കൊള്ളാവുന്നവരായിരുന്നത് കൊണ്ടല്ല, അവന്റെ രക്തം നമ്മെ യോഗ്യരാക്കി തീർത്തതാണ്. അതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് കൈനീട്ടുവാൻ നമുക്കിടയാകുന്നത്. ഭാവിയിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മെസ്സിയോട് നമുക്ക് അടുത്തിട്ടെല്ലാം കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പോലും ഇനി പറയേണ്ടുന്ന ഒരാവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുവാൻ എന്ന കർത്താവിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയോ ചെയ്യുമ്പോൾ അയോഗ്യമായി ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്താൽ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് നമ്മൾ കുറ്റക്കാരായിരിക്കും. ദൈവത്തിന്റെ ആ ഗിഫ്റ്റ് ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആ ദിവസങ്ങളിൽ പേര് ഇവിടെ വായിച്ച പ്രിയപ്പെട്ടവര് ചിലരുടെ പേരുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PC ജേക്ക് ഇവിടെ വായിച്ച് പാട്ടിന്റെ സ്റ്റാൻസ് ഞാൻ ഇവിടെ തുടങ്ങുമ്പോൾ ശുശ്രൂഷയിൽ സഹായിക്കുന്ന എല്ലാ ദൈവദാസന്മാരും മുൻപോട്ട് കടന്നു വരികയും നമ്മൾ കർത്താവിന്റെ മേശയിൽ നിന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഈ പേര് വായിക്കുന്ന ദൈവദാസന്മാർ ദയവായി മുന്നോട്ട് കടന്നു വരിക. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി ദാനിയലിനെ ശുശ്രൂഷയിൽ അസിസ്റ്റ് ചെയ്യുവാനായി പാസ്റ്റർ KV തോമസ്, പാസ്റ്റർ ജെയിംസ് ജോർജ് മുതലായ എന്ന് ദൈവദാസന്മാർ മുന്നോട്ട് കടന്നു വരിക. അവരോടൊപ്പം എലമെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായി ബ്രദർ ജോസഫ് തോമസ് ഡാലസ് ദയവായി എഴുന്നേറ്റ് മുന്നോട്ട് വരിക. പേര് വിളിക്കുമ്പോൾ പ്ലീസ്. പാസ്റ്റർ റെജി യോഹന്നാൻ, പാസ്റ്റർ ബിജു വടക്കേക്കുറ്റ്, പാസ്റ്റർ ജേക്കബ് വർഗീസ്, പാസ്റ്റർ യോഹന്നാൻ കുട്ടി ഡാനിയൽ, പാസ്റ്റർ തോമസ് മുല്ലക്കൽ, ഇവാഞ്ചലിസ്റ്റ് രാജൻ ജോർജ്, ബ്രദർ BC ജോർജ്, ബ്രദർ എബ്രഹാം സൈമൺ, പാസ്റ്റർ TC വർഗീസ്, റവറൻ KA മാത്യു, ബ്രദർ PK തോമസ് എന്നിവർ ഇടതുവശത്തേക്ക് കടന്നു വരിക പ്ലീസ്. ബ്രദർ ജോസഫ് കുര്യൻ, അടുത്ത 12 പേര് വലതുവശത്ത് നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. ബ്രദർ ജോസഫ് കുര്യൻ, പാസ്റ്റർ ഫിലിപ്പ് G വർഗീസ്, പാസ്റ്റർ സ്റ്റാൻലി ഡാനിയൽ, ബ്രദർ രാജു തരകൻ, ബ്രദർ KT തോമസ്, ബ്രദർ പാപ്പി ജോൺസൺ ഡാലസ്, ബ്രദർ എബ്രഹാം എബ്രഹാം, പാസ്റ്റർ ജോർജ് പാപ്പി, പാസ്റ്റർ ജോൺസൺ മാത്യു, പാസ്റ്റർ റോയ് ആന്റണി, പാസ്റ്റർ തോമസ് ജോർജ് ആൻഡ് പാസ്റ്റർ ക്ലെമൻ വർഗീസ് ഈ റൈറ്റ് സൈഡിൽ നിൽക്കണമെന്ന് വിശേഷിക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവമേ
നമുക്ക് യോഗ്യത നൽകി തന്ന നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹം. നാം ആരും യോഗ്യത ഇതായതുകൊണ്ടല്ല ഇന്ന് പകൽ ഇവിടെ വന്നത്. നമ്മെ യോഗ്യരാക്കിയ ദൈവത്തിന്റെ സ്നേഹം. നമ്മുടെ കഴിവോ, നമ്മുടെ പാരമ്പര്യമോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ ധനമോ ഒന്നിനും തന്നെ ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് യോഗ്യത നൽകി തരുന്നില്ല. നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിന്റെ ക്രൂശിനിമിത്തം മാത്രമാണ് ഈ പിതാവിന്റെ അടുക്കൽ വന്ന് എന്റെ പിതാവേ എന്ന് വിളിപ്പാടുന്ന ധൈര്യം നമുക്ക് സർവശക്തനായ ദൈവം നൽകി തന്നത്. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദാസൻ പാസ്റ്റർ യോഹന്നാൻ ഡാനിയൽ ഇപ്പോൾ പരിശുദ്ധമായിട്ട് ചുരുക്കമായി പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ ജനമാകുന്ന ഞങ്ങൾ ഒരുമിച്ച് തിരുസിൽ കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം നിന്റെ കൃപയുടെ ബഹുത്വത്തിന് കീഴിൽ ഞങ്ങളെ ഇരുത്തിയത് കൊണ്ട് സ്തോത്രം. കർത്താവേ, പ്രത്യേക അങ്ങയുടെ സ്നേഹത്തിന്റെ ആധിക്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഈ മഹനീയമായ ശുശ്രൂഷയോട് ഞങ്ങൾ സമീപിക്കുന്ന ഈ തരുണത്തിൽ സ്വർഗത്തിലെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായും പകരണമേ. ഞങ്ങൾ പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്നപ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രനോടുകൂടെ രാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ നിന്റെ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് കൃപയിലേക്ക് പ്രവേശനം നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവേ